കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്തും തിരുവനന്തപുരത്തേക്ക് പോരുമ്പോൾ ഒരു യാത്രക്കാരൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുന്നു, നിങ്ങളെ കണ്ടുപരിചയമുണ്ട്? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നയാളാന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വരികയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് പിണറായി വിജയനാണ്, ഞാനൊരു ജ്യോത്സ്യരാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, അദ്ദേഹം ഏത് പോസ്റ്റിലിരുന്നാലും 10 വർഷക്കാലത്തിലധികം ഇരിക്കും. അതായത് പാർട്ടി സെക്രട്ടറിയായി 17 വർഷം ഇരുന്നു, മുഖ്യമന്ത്രിയായി 10 വർഷം ഇരുന്നു. ഇനി പ്രതിപക്ഷ നേതാവായിട്ടും നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല. ബാലഗോപാൽ അത് കണ്ട് ആഗ്രഹിക്കുമ്പോൾ 10 വർഷക്കാലം അദ്ദേഹം ഇരിക്കും. സാർ, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. അങ്ങ് 10 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അങ്ങ് കരിമ്പൂച്ചകളുടെ നടുവിലായിരുന്നു, രക്ഷാപ്രവർത്തനം നടത്തുന്ന കരിമ്പൂച്ചകളുടെ നടുവിലായിരുന്നു അങ്ങ് ഭൂമിയിൽ ഇറങ്ങുമ്പോഴാണ്, അല്ലാത്തപ്പോൾ അങ്ങ് കാർ കയറുമ്പോൾ കറുത്ത കാറിനിടയിലായിരുന്നു. അങ്ങ് പാർട്ടി പ്രവർത്തകരെ കാണാൻ തയ്യാറില്ല. അങ്ങ് സാധാരണ മനുഷ്യരോടും മൈക്കിനോട് പോലും യുദ്ധം ചെയ്ത ആളാണങ്ങ്. അപ്പോൾ അങ്ങനെയുള്ള ആൾ 10 വർഷക്കാലം പ്രതിപക്ഷ നേതാവായി ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങേക്ക് ദീർഘായുസ് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങയെക്കുറിച്ച് നല്ലത് പറയാൻ അവസരം തരാത്തതിന് ഞാൻ വിഷമത്തോടുകൂടി ഈ പ്രമേയത്തെ അനുകൂലിക്കുന്നു. നമുക്കത് വ്യക്തിപരമായി പറയാം. സർ, ഞാനൊരു പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചു. അത് ഒരു അംഗമെന്ന നിലയിൽ എൻ്റെ അവകാശമാണ്. ഞാൻ ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അനുവദിച്ച പണം മൊത്തം വെട്ടിപ്പിടിച്ചു. കേളു മന്ത്രിയെപ്പറ്റി, പഴയ മന്ത്രിയെപ്പറ്റി പറഞ്ഞപ്പോഴാണ്. സാർ, അടിസ്ഥാനരഹിതമായ അത്തരം കാര്യങ്ങൾ പറഞ്ഞത് തെറ്റാണ്. അങ്ങനെ അത് ഇനി എത്ര മെമ്പർമാരായിക്കോട്ടെ, അംഗങ്ങൾ കുറഞ്ഞോട്ടെ കൂടിക്കോട്ടെ, അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അങ്ങേക്കുണ്ട്. ഞാൻ അതാണ് എണ്ണിച്ച് പറഞ്ഞു. അദ്ദേഹം ഈ ബാക്കി പ്രസംഗിച്ചതിനെ പറ്റിയല്ല, അതൊക്കെ ഓരോരുത്തരുടെ ശൈലിയാണ്. പക്ഷെ അടിസ്ഥാനരഹിതമായ ഒരു കാര്യം അങ്ങനെ വെട്ടിപ്പിടിച്ചു, വെട്ടിക്കുറച്ചു എന്ന് പറയാൻ പാടില്ല. പ്രസംഗിക്കുമ്പോൾ അങ്ങനെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ പണം വെട്ടിക്കുറച്ചു എന്ന് പറയുകയും അത് പ്രസംഗത്തിൽ പോവുകയും അത് എഴുതി കിടക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എന്താ? അങ്ങനെ വസ്തുതാപരമല്ലാത്ത കാര്യമാണ് പറഞ്ഞത്, അങ്ങനെ കുറച്ചിട്ടില്ല. അപ്പം അങ്ങയുടെ ഭാഗത്തുനിന്ന് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ, അങ്ങനെ ഒരു തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് അത് തെറ്റാണെന്നും ഞാൻ രേഖകൾ പരിശോധിച്ചോട്ടെ, രേഖകൾ പരിശോധിച്ചിട്ട് വിവരം അറിയിക്കാം.